നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കടലിൽ കാണാതായ ജോണിന്റെയും ഷിജിന്റെയും വീടുകൾ സന്ദർശിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും. തെരച്ചിൽ ഊർജിതമെന്നും സർക്കാർ ഒപ്പമെന്നും ആഭ്യന്തരമന്ത്രി. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് കൂടുതൽ കൃത്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് ഫിഷറീസ് മന്ത്രി. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായുടെ അഭാവത്തിൽ ബില്ല് അവതരിപ്പിച്ചത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. FCRA ബിൽ JPCക്ക് വിടാമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളി പ്രതിപക്ഷം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കാസർഗോഡ് BJPയുടെ പ്രതിഷേധം. സവർക്കർ ചോദ്യവിവാദത്തിൽ അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യം. കുമ്പള ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനെ ഉപരോധിച്ചു. അധ്യാപകർ വകുപ്പ് തല അച്ചടക്കം പാലിക്കണമെന്നും വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കരുതെന്നും മന്ത്രി. ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായകിക്കെതിരെ കാപ്പ ചുമത്തുവാനുള്ള നടപടികളിലേക്ക് കടന്നു പോലീസ്. 23 കേസുകളിൽ പ്രതിയെന്നും കൊടും കുറ്റവാളിയെന്നും പോലീസ്. പ്രതിക്ക് സംരക്ഷണം ഒരുക്കിയവരെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം. അർജുൻ നായകിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ കൂത്തുപറമ്പ് കോടതിയിൽ അപേക്ഷ നൽകി കണ്ണൂർ സൈബർ പോലീസ്. ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിനെതിരെ കലാപാഹ്വാനത്തിനുൾപ്പെടെ വകുപ്പുകൾ. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവാദ വീഡിയോ നീക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്ത് നൽകി. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കടലിൽ കാണാതായ ജോണിന്റെയും ഷിജിന്റെയും വീടുകൾ സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും. തിരച്ചിൽ ഊർജിതമെന്നും സർക്കാർ ഒപ്പമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ് കൂടുതൽ കൃത്യമാക്കുന്നതിനുള്ള സംവിധാനമൊരുക്കുമെന്ന് ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും പ്രതികരിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെയും K മുരളീധരൻ്റെയും പരാമർശം വേദന ഉണ്ടാക്കിയെന്ന് ജോണിൻ്റെ മകൾ ജിജി മന്ത്രിമാരോട് പറഞ്ഞു. അവർക്കതിന്റെ കാര്യഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തും. SOP 2 ആഴ്ചക്കുള്ളിൽ നിലവിൽ വരും. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും അതൊക്കെ ഓൾറെഡി അവരുടെ ഇപ്പം അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം എത്രയും വേഗം പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് നമുക്ക് അഷ്യൂറിറ്റി തന്നിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ അത്തരം പരാമർശങ്ങൾ ഒരു ചെയറിലിരുന്നുകൊണ്ട് പറയേണ്ടതല്ല. അത് ഉറപ്പായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് ആവിപ്പോകുന്നത്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി വ്യക്തവും ഒരു ഫ്യൂച്ചറിൽ അതെങ്ങനെ നിങ്ങളെ ബാധിക്കാതിരിക്കും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്ക് നഷ്ടപ്പെട്ട ഒരു വിലപ്പെട്ട ജീവനാണ്, അവരുടെ സ്വന്തമാണ്. തീർച്ചയായിട്ടും ആ വേദനയിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. എപ്പോഴും പ്രതീക്ഷ കൈവിടിയാതെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും ഫിഷറീസ് മന്ത്രിയും കൂടി കോസ്റ്റൽ പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസാരിച്ചു. അതിന്റെ IG ശ്രീ അക്ബറുമായിട്ട് സംസാരിച്ചു. ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. നമ്മുടെ നീണ്ടകരയിൽ ഇന്നലെ ഞാൻ നീണ്ടകരയിൽ പോയിരുന്നു. നീണ്ടകരയിലും ഒരാളിനെ കാണാനായിട്ടുണ്ട്. ഇപ്പം അതിന്റെ സെർച്ച് നടക്കുകയാണ് അവിടെയും. പിന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ, കടലിൽ പോയി പരിചയമുള്ള ആളുകളെ കൂടി ഈ കോസ്റ്റൽ പോലീസ് കൂട്ടിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ അവറിൽ മിസ്സിംഗ് ആവുന്ന ഗോൾഡൻ അവറിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു SOP വേണം എന്നുള്ളതാണ് മെയിനായിട്ട് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് SOP ഫ്രെയിംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടാകും. അതോടൊപ്പം ഒരു 2-way കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അൻഫിൽഡ്, പ്രശ്നങ്ങൾക്ക് സ്ഥിരം പരിഹാരം ആണ് ആവശ്യം. എന്തായിരുന്നു മന്ത്രിമാരുടെ വിശദീകരണം? കുടുംബത്തിന്റെ പരാതിയും എന്താണ്? തീർച്ചയായും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. കാരണം ഇന്ന് മന്ത്രിമാരൊക്കെ
കേരളത്തിൽ 3 പേരാണ് മത്സ്യത്തൊഴിലാളികളാണ് കാണാതായത്. ഉത്തരപ്പുഴയിൽ 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. അതോടൊപ്പം തന്നെ നീണ്ടകരയിൽ നിന്ന് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായി. 3 പ്രധാനപ്പെട്ട സന്ദർശിക്കുകയും അവിടെ ആ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ആശങ്ക നേരിട്ട് കണ്ട് ആശങ്കയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും സർക്കാർ ഒപ്പമാണ് എന്ന് ഒരു ആശ്വാസം നൽകാനും കഴിഞ്ഞുവെന്നാണ് എടുത്തു പറയേണ്ടത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളി കുടുംബത്തെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട അടിയന്തര സഹായം ഉൾപ്പെടെ സർക്കാർ സംവിധാനം ഊർജിതമാക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെയും തിരുവനന്തപുരത്ത് 2 പേരെയാണ് കാണാതായത്. വിഴിഞ്ഞത്ത് പുതുവട സ്വദേശിയായ ജോണിനെ കാണാതായി. അവിടെ ആദ്യം പോലീസ് മന്ത്രി ഒപ്പം ആഭ്യന്തരമന്ത്രി സന്ദർശിച്ചു. ആ മകളുടെയും വീട്ടുകാരുടെയും ദുഃഖത്തിൽ പങ്കെടുത്ത് അവർക്ക് ഏറ്റവും അധികം വേണ്ട അടിയന്തര സഹായമായി അതിവേഗത്തിൽ തന്നെ നൽകുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. അതിനുശേഷം മുതലപ്പുഴ സന്ദർശിച്ചു. ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും മുതലപ്പുഴ സന്ദർശിക്കുകയും അവിടെ കാണാതായ ഷിബിന്റെ കുടുംബാംഗങ്ങളുമായി ആശങ്കകൾ പങ്കുവെക്കുകയും സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുകയും ചെയ്തു. എന്താണ് ഇവർ പ്രധാനമായി മുന്നോട്ട് വെച്ചത് അതൊക്കെ തന്നെ ഒരു ആവശ്യത്തിനും വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ 2 മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നേവിയുടെയൊക്കെ സഹായത്തോടുകൂടി. അൻഫിൽറ്റാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്. കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, മന്ത്രി ഷിബു ബേബി ജോണും ഒപ്പമുണ്ടായിരുന്നു. ഗൗതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതേസമയം ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരുന്നു. കോസ്റ്റൽ പോലീസ്, മറൈൻ പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. നേവിയുടെ INS കൽപ്പേനിയും തെരച്ചിലിനൊപ്പമുണ്ട്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ കടലിൽ ഇറങ്ങി പരിശോധന നടത്തുന്നു. കഴിഞ്ഞ ദിവസവും വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പ്രതികൂല കാലാവസ്ഥയും കടലിലെ കള്ളക്കടൽ പ്രതിഭാസവും തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. കാസർഗോഡ് വിവാദമായ സ്വാതന്ത്ര്യദിന ക്വിസ് ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ BJPയുടെ പ്രതിഷേധം. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കുമ്പള ഗവൺമെൻറ് സ്കൂളിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ BJP പ്രവർത്തകർ സ്കൂളിന് മുൻവശം ഉപരോധിച്ച് പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ കുമ്പള പോലീസ് നീക്കം ചെയ്തുവെങ്കിലും സ്ഥലത്ത് വനിതാ പോലീസ് ഇല്ലാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. തുടർന്ന് പ്രവർത്തകർ കുമ്പള പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുന്നുണ്ട്. അനൂപ്, ഈ അധ്യാപകനെ മാത്രം സസ്പെൻഡ് ചെയ്തതിലാണോ BJPയുടെ പ്രതിഷേധം? മറ്റ് സർക്കാർ നടപടിക്രമങ്ങളിൽ യോജിക്കുന്നുണ്ടോ? രാജേഷ്, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധമുയർത്താൻ BJP പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആസൂത്രണം ചെയ്ത ആ ഒരു പ്രതിഷേധ പരിപാടി അതിൻ്റെ റേഞ്ച് കണ്ടു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം BJP ഇങ്ങനെ ഒരു പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനെതിരെ ആസൂത്രണം ചെയ്തതും, അതായത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറി പ്രതിഷേധിക്കുമെന്ന കാര്യമൊന്നും തന്നെ പോലീസ് അറിഞ്ഞില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇത് വലിയൊരു വീഴ്ചയാണ്, പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അടക്കമുള്ള ഒരു വീഴ്ചയായിട്ട് വേണം കാണാൻ. കാരണം ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സ്വാതന്ത്ര്യ സമര ക്യൂസുമായി ബന്ധപ്പെട്ട പ്രശ്നം. VD സവർക്കറുടെ പേര് ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ്, ആ പേര് ക്യൂസിൽ വന്നത് കൊണ്ട് മാത്രമാണ് അധ്യാപകനായ ഗുരുപ്രസാദിനെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യപ്രകാരം സസ്പെൻഡ് ചെയ്തു എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും BJP അവരുടെ രാഷ്ട്രീയം, അവരുടെ വാദമുഖം സവർക്കറിലൂടെ ഉയർത്തിപ്പിടിക്കുകയാണ് ഈ ഒരു പ്രതിഷേധത്തിലൂടെ. എന്നാൽ രാവിലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി ഗസ്റ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞത് കൃത്യമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അധ്യാപകർ പാലിക്കേണ്ട ചില ഡിസിപ്ലിനുകളുണ്ട്, അവരുടെ ആശയങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് കുത്തിനിറക്കാൻ പാടില്ലെന്ന രീതിയിൽ മന്ത്രി അഭിപ്രായപ്പെടുകയുണ്ടായി. മന്ത്രി ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളെ കണ്ട ഉടനെ തന്നെ BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനിയുടെ നേതൃത്വത്തിൽ BJP ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തുകയും തുടർന്ന് അവിടെ വെച്ച് മന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. 1 മണിക്കൂർ പിന്നീട് മുമ്പ് GHS കുമ്പളയിൽ മന്ത്രി പരിപാടിക്കെത്തുമ്പോൾ അവിടെ പ്രതിഷേധിക്കുന്ന BJP പ്രവർത്തകരെയാണ് കണ്ടത്. വലിയ രീതിയിൽ പ്രതിഷേധം അലയടിച്ച് സംഘർഷ സാഹചര്യത്തിലേക്ക് സ്കൂൾ അന്തരീക്ഷം മാറുകയുണ്ടായി. തുടർന്ന് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതിലേക്കടക്കം BJP പ്രവർത്തകർ കടന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ്. തുടർന്ന് BJPയുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിടിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് പുറത്തുവിടുന്ന ഒരു കാഴ്ചയും നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ കാണാൻ സാധിച്ചു. മറ്റിടങ്ങളിലും BJP ഷംസുദ്ദീനെതിരെ വിദ്യാഭ്യാസ അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.
കാസർഗോഡ് നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് വിദ്യാഭ്യാസ കലണ്ടറിൽ ഉൾപ്പെട്ടതല്ല എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ വിശദീകരണം. അധ്യാപകർ ഒരു വകുപ്പെന്ന നിലയിൽ ചില ഡിസിപ്ലിനുകൾ പാലിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അവരവരുടെ താൽപ്പര്യങ്ങൾ നടപ്പാക്കുന്നത് ശരിയല്ല എന്നും ഇതെല്ലാം വിമർശനങ്ങൾക്ക് ഇടയാക്കിയെന്നും മന്ത്രി പറഞ്ഞു. അല്ല, വിദ്യാഭ്യാസ വകുപ്പിൽ ഇതുപോലുള്ള പല പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ട്. അതിന് അംഗീകൃതമായൊരു കലണ്ടറുണ്ട്, അംഗീകരിച്ച പ്രവർത്തികളുമുണ്ട്, കലണ്ടറുമുണ്ട്. ഈ പറഞ്ഞ ക്വിസ് കോമ്പറ്റീഷൻ ഇതിലൊന്നും പെടുന്നതല്ല. ഇത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായി സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഏത് പ്രവൃത്തിയായാലും നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരാണ്, അധ്യാപകരാണ്. അവിടെ പാലിക്കേണ്ട ചില ഡിസിപ്ലിനുണ്ട്. അതൊന്നും പാലിക്കാതെ തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. ഡൽഹിയിലെ CJP സമരവുമായി ബന്ധപ്പെട്ട് വിവാദ പരാമർശം നടത്തി അറസ്റ്റിലായ TG മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത TG മോഹൻദാസിനെ ഇന്ന് പുലർച്ചെ 1:30 തിരുവനന്തപുരത്ത് എത്തിച്ചത്. തിരുവനന്തപുരം സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് മോഹൻദാസ് ഇപ്പോൾ. നിലവിൽ 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. ക്രിമിനൽ കേസ് പ്രതി അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്തും. 23 കേസുകളിൽ പ്രതിയായ അർജുൻ നായങ്കി കൊടും കുറ്റവാളിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഭരണ സംവിധാനങ്ങളെയും നിയമവാഴ്ചയെയും വെല്ലുവിളിച്ച പ്രതിയെ പഴുതടച്ച അന്വേഷണത്തിലൂടെ പൂട്ടാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതിക്ക് സംരക്ഷണം ഒരുക്കുകയും സഹായങ്ങൾ ചെയ്തവരെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കി. റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റു കേസുകളിലും അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാൻ കണ്ണൂർ DIG K. കാർത്തിക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം അർജുൻ്റെ കണ്ണൂരിലെ കപ്പക്കടവിലെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയതിനെതിരെ പ്രതികളായ KA രതീഷും R. ചന്ദ്രശേഖരനും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വകുപ്പ് സെക്രട്ടറി ജൂലൈ 2 പുറത്തിറക്കിയ വിവാദ ഉത്തരവ് അടക്കം ഹാജരാക്കിയാണ് അപ്പീൽ. കോടതിയലക്ഷ്യ കേസിലെ സിംഗിൾ ബെഞ്ചിന്റെ നടപടികൾ നിയമപരമല്ല എന്നതാണ് ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ ഉത്തരവിന്റെ സാധുത പരിശോധിക്കാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ല എന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതി പരിഗണിക്കും. എറണാകുളം ജില്ലയിലെ പിറമാടം പള്ളിയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട 22 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ആളുകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. തർക്കം പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ഇരുവിഭാഗവുമായി ചർച്ച നടത്തും. സെന്റ് ജോൺസ് ബെത്ലഹേം പള്ളിയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലെ 22 പേർക്കെതിരെ രാമമംഗലം പോലീസ് കേസെടുത്തു. വൈദികർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. യാക്കോബായ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന പള്ളിയിലേക്ക് കോടതി ഉത്തരവുമായി പ്രാർത്ഥന നടത്താൻ ഓർത്തഡോക്സ് വൈദികരും വിശ്വാസികളും എത്തിയതാണ് സംഘർഷത്തിന് കാരണമായത്. അൾത്താരയ്ക്ക് മുൻപിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. ഇതോടെ പള്ളിയുടെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു. ഓർത്തഡോക്സ് വിഭാഗത്തിലെ 12 പേർക്കെതിരെയും യാക്കോബായ വിഭാഗത്തിലെ 10 പേർക്കെതിരെയുമാണ് കേസ്. വൈദികരടക്കമുള്ള പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തടഞ്ഞുവെക്കൽ, അസഭ്യം പറയൽ, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതേസമയം ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ ഇന്നലെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ബാംഗ്ലൂർ KSRTC അപകടവുമായി ബന്ധപ്പെട്ട വാഹനത്തിന് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഗതാഗത മന്ത്രി CP ജോൺ. ഡ്രൈവർക്ക് 16 മണിക്കൂർ വിശ്രമം നൽകിയിട്ടുണ്ട്. മരണപ്പെട്ട സ്ഥിരം ജീവനക്കാരനായ കണ്ടക്ടർക്ക് 1 കോടിയിലധികം നഷ്ടപരിഹാരം നൽകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. താൽക്കാലിക ജീവനക്കാരനായ മിഥിലേഷിന് 10 ലക്ഷം രൂപയാണ് നൽകാൻ കഴിയുക. എന്നാൽ SBIയുമായി നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാൻ ചർച്ച നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. താൽക്കാലിക ജീവനക്കാർക്കും ജോലിക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആശ്രിതർക്ക് താൽക്കാലികമായി ജോലി നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്ന രീതിയിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ നടത്തി. അതിൽ നിന്ന് 2 കാര്യങ്ങളാണ് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, വാഹനം വളരെ ഫിറ്റായിട്ടുള്ളൊരു വാഹനമായിരുന്നു. തമിഴ്നാട്ടിൽ പൊതുപരിപാടികളിൽ തമിഴ് തായ് വാഴ്ത്ത് നിർബന്ധമായും ആലപിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന പ്രത്യേക പ്രമേയം തമിഴ്നാട് നിയമസഭ പാസാക്കും. മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പായാണ് തമിഴ് തായ് വാഴ്ത്ത് പാടണമെന്ന നിർദ്ദേശം വന്നത്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്നാണ് CMPയുടെ നിലപാടെന്ന്
മന്ത്രി CP ജോൺ. മുൻപ് AICC തീരുമാനിച്ച അത്രയും ഭാഗം ആലപിച്ചാൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അത് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്കല്ല. വന്ദേ മാതരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേശീയ ഗീതമാണ്. പക്ഷേ അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസയിൽ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ 19ാം നൂറ്റാണ്ടിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെയുള്ള സന്ദർഭങ്ങളിലുള്ളതിൽ അതിലൊരു ഭക്തിഗാനത്തിൻ്റെ സ്വരമുണ്ട്. ഭക്തിഗാനങ്ങളും മോശമൊന്നുമല്ല. നമ്മുടെ എത്രയോ ഭക്തിഗാനങ്ങൾ പിന്നെ വന്ദേമാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് യാതൊരു ആശയക്കുഴപ്പവുമില്ല എന്ന് മന്ത്രി T. സിദ്ദിഖ്. ഇതിൽ ഉത്തരവ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്താൻ ആർജവമുള്ള സർക്കാരാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ കൺസേൺഡ് വകുപ്പ് കൊടുത്തു കഴിഞ്ഞു. മന്ത്രി തന്നെ പറഞ്ഞു അതിലൊരു അസ്വസ്ഥതയോ അസ്വാഭാവികതയോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കുറവോ നിലനിൽക്കുന്നില്ല. ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില പിടിച്ചു നിർത്തിയിരുന്ന കർഷക വിപണികൾ പ്രതിസന്ധിയിൽ. വന്യമൃഗശല്യവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കർഷകർ പച്ചക്കറി കൃഷിയിൽ നിന്നും പിൻവാങ്ങിയതാണ് VFPCKയുടെ കർഷക വിപണികൾക്ക് തിരിച്ചടിയായത്. ഇത് ഓണക്കാലത്ത് പച്ചക്കറികളുടെ വില കുതിച്ചുയരാനും കാരണമാകും. ഒരു കാലത്ത് കാർഷിക കേരളത്തിന്റെ നട്ടെല്ലായിരുന്നു കർഷക വിപണികൾ. എന്നാൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികളിൽ നിന്ന് കർഷകർ പിൻവാങ്ങിയതോടെ ഇപ്പോൾ വിപണികളും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. 55 രൂപ, 55 രൂപ, 55 രൂപ, 55 രൂപ, 55 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 56 രൂപ, 3 തരം പ്രദീപ്. ഇടുക്കി ജില്ലയിൽ കാന്തന്നൂർ, വട്ടവട ഉൾപ്പെടെ 19 കേന്ദ്രങ്ങളിലാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള കർഷക വിപണികൾ ഉള്ളത്. ഏത്തയ്ക്ക, ചെറുവാഴക്കുലകൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം കർഷകർക്ക് നേരിട്ട് വിപണിയിലെത്തിച്ച് വിൽക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഓണക്കാലത്ത് പോലും വിപണികളിലേക്ക് പച്ചക്കറികൾ എത്തുന്നില്ല. നേന്ത്രക്കായ മാത്രമാണ് പലയിടത്തുമുള്ളത്. ഓണമൊക്കെ ആയിട്ട് ഉൽപ്പന്നങ്ങൾ ഏത്തക്കൊലയിൽ നിന്ന് മാറുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാർഷിക മേഖല വളരെ പുറകോട്ടാണ്. കാരണം കർഷകർ ഈ പച്ചക്കറി, പാവല, പയറൊക്കെ ഇവിടെ 10-30 ടണ്ണ് വന്നുകൊണ്ടിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം കൃഷി പരാജയമായതിൻ്റെ പേരിൽ പുറകോട്ട് മാറി. തന്നെയല്ല, നമ്മുടെ ഇടുക്കിയിലെ സംബന്ധിച്ചിടത്തോളം ഏലകൃഷി വളരെ വ്യാപകമായി ആ രീതിയിലേക്ക് കർഷകർ മാറിക്കഴിഞ്ഞു. പല കർഷക വിപണികളിലും ഒരു സാമ്പത്തിക വർഷത്തിൽ 4 കോടി രൂപയുടെ വരെ പഴം, പച്ചക്കറികൾ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് വാർഷിക വിറ്റുവരവ് 25 ലക്ഷത്തിൽ താഴെയായി. ജീവനക്കാരുടെ കുറവും VFPCKയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിച്ചു. കർഷക വിപണികളുടെ തകർച്ച ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് വില കുതിച്ചുയരാൻ കാരണമാക്കും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷായ്ക്ക് പകരം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആണ് ബില്ല് അവതരിപ്പിച്ചത്. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും സഭയിൽ അവതരിപ്പിച്ചു. അമിത്ഷാ എവിടെയെന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, സഭാ നടപടികൾ തുടക്കം മുതൽ തന്നെ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. എന്തുകൊണ്ട് അമിത്ഷാ ഇപ്പോഴും സഭയിൽ എത്തുന്നില്ല, മറുപടി പറയുന്നില്ല? ആ ഒരു വിശദീകരണം ഭരണപക്ഷത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? രാജേഷ്, ഇന്നും പാർലമെന്റ് തുടങ്ങിയപ്പോൾ തന്നെ ബഹളം വെച്ചിരുന്നു. ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടതുപോലെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിലുണ്ടായിട്ടുള്ള പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം ആരംഭിച്ചത്. ആദ്യം 12 മണിവരെയും പിന്നീട് 12 മണിക്ക് സഭ ചേർന്നപ്പോഴും പ്രതിപക്ഷം ഇതിനെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനിടയിൽ ലോക്സഭയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ല് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ലും സഹകരണ വകുപ്പിലെ സഹമന്ത്രിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 2 ബില്ലുകളും ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ ലിസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും സഹമന്ത്രിമാരാണ് ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ബില്ല് അവതരണം മാത്രമാണ് നടന്നത്. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കുന്ന ബില്ലിന്മേലുള്ള ചർച്ച ഒന്നുകിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാളെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ലോക്സഭയിൽ നടക്കും. ഈ മാസം 13 വരെയാണ്, അതായത്
വ്യാഴാഴ്ച വരെയാണ് നിലവിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ദിവസത്തിനുള്ളിൽ ഏറ്റവും പ്രധാനമായി നോക്കുന്നത് പാർലമെന്റിൽ FCRA നിയമ ഭേദഗതി ബില്ല് പരിഗണനയ്ക്ക് വരുമോ എന്നുള്ളതാണ്. ഈ ബില്ലിന്മേലുള്ള ചർച്ചകൾ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പൂർത്തിയാക്കിയിരുന്നു. ബില്ല് മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പാക്കില്ല എന്ന ഉറപ്പാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുള്ളത്. ഏതായാലും FCRA ബില്ല് ഈ വർഷകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ല് അല്ലാത്തത് കൊണ്ട് തന്നെ ബില്ല് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ സർക്കാരിനുണ്ട്. പക്ഷേ മണ്ഡല പുനർനിർണയം, വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയില്ല. ഏതായാലും പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. വിശദാംശങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ CBIയുടെ കുറ്റപത്രത്തിലെ വിചാരണ ഡൽഹി റൌസ് അവന്യൂ കോടതി മാറ്റിവെച്ചു. മറ്റന്നാൾ കോടതി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കും. അതുവരെ പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടിക്കൊണ്ട് കോടതി ഉത്തരവിട്ടു. പ്രതികൾ വീഡിയോ കോൺഫറൻസ് വഴി ബെഞ്ചിന് മുമ്പിൽ ഹാജരായിരുന്നു. നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന 3 പ്രതികളുടെ അപേക്ഷയും കോടതി തള്ളി. ചോദ്യപേപ്പർ ചോർത്തിയത് ആസൂത്രിത കുറ്റകൃത്യമാണെന്ന് CBI കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കോട്ടയത്ത് പിടിയിലായ നവജാത ശിശു വിൽപ്പന സംഘം രണ്ടാമതൊരു കുട്ടിയെ കൂടി വിൽപ്പന നടത്തിയിരുന്നുവെന്ന് കണ്ടെത്തൽ. രണ്ടാമത്തെ കുട്ടിയെ വിറ്റത് കണ്ണൂരിലാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 6 മാസം മുമ്പ് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വിൽപ്പന നടന്നത്. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ദുരന്ത നിവാരണ പ്രക്രിയയെ സർക്കാർ സമീപിച്ച രീതി ശരിയായില്ല എന്ന് കെ രാജൻ MLA. ദുരന്തമുഖങ്ങളിൽ സംസാരിക്കേണ്ടത് മാനവികതയുടെ ഭാഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ചുകൂടി ഗൗരവമായി സർക്കാർ ദുരന്ത നിവാരണ പ്രക്രിയയെ സമീപിക്കണം എന്ന ആവശ്യം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ദുരന്തമുഖത്ത് അവതരിപ്പിക്കേണ്ട ഒരു ഭാഷയുണ്ട്. ദുരന്തബാധിതരോടും ദുരന്തബാധിത പ്രശ്നങ്ങളോടും സമീപിക്കാനുള്ള ഭാഷ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പഠിക്കേണ്ടതുണ്ട്. അഭിമന്യു വധക്കേസിൽ പ്രതികൾ ഇന്നും കോടതിയിൽ ഹാജരായില്ല. മാധ്യമങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാനാകില്ല എന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. അഭിഭാഷകർ വഴി വിചാരണ ആരംഭിക്കണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണ് പ്രതികൾ കോടതിയിലെത്തിയത്. ഇതൊരു അനാവശ്യ പ്രിവിലേജാണെന്ന് അഭിമന്യുവിൻ്റെ കുടുംബം ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ ആവശ്യം തള്ളിയ കോടതി എല്ലാ പ്രതികളും 13-ാം തീയതി ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകി. പത്തനംതിട്ടയിൽ അസാധാരണമായ പ്രളയമുണ്ടായപ്പോൾ അധികാരം അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ചീത്ത ഉദാഹരണമാണ് കണ്ടതെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ച വാഹനത്തിന് അനധികൃത ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പിഴ ചുമത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഗതാഗത വകുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അധികാരം എന്തും ചെയ്യാനുള്ളതല്ല. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പഠിപ്പിച്ച നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതിഫലനമാണ് അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച ഹെലിപാഡെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. എന്തൊക്കെ നേട്ടങ്ങൾ സ്വന്തമാക്കിയാലും ഒരു ജീവൻ രക്ഷിക്കുക എന്നതാണ് പരമപ്രധാനമെന്നും മറ്റുള്ളവരുടെ വേദനയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്നുമുള്ള അമ്മയുടെ ദർശനമാണ് 24 മണിക്കൂറിനുള്ളിൽ ഹെലിപാഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലിന് വേണ്ടി അമ്മയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ഒറ്റ രാത്രി കൊണ്ട് ഒരു ഹെലിപാഡ് നിർമ്മിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുകയായിരുന്നു സ്വാമി അമൃത സ്വരൂപാനന്ദപുരി. ഓം അമൃതേശ്വരി നമഃ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നിസ്വാർത്ഥതയാണ്. നിസ്വാർത്ഥ സ്നേഹം, നിസ്വാർത്ഥമായ സേവനം. അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ ഉള്ളത് അമേരിക്കയിലാണ്. ഇവിടെ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടിയാണെന്ന് തോന്നുന്നു കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്നെ വിളിച്ചത്. അദ്ദേഹം ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞു. ഈ നിർഭാഗ്യവാനായ യുവാവ്, ആ യുവാവിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും നീറുന്ന ഹൃദയങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി
ഒരു ഹെലിപാഡ് വേണം, അത് അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ അമ്മയെ ബന്ധപ്പെട്ടു, അമ്മയെ വിളിച്ചു. അമ്മ ഉടൻ തന്നെ യാതൊരു സംശയം കൂടാതെ ഒരു ജീവൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളതല്ലേ, വേഗം ചെയ്യണം എന്ന് പറഞ്ഞു. ആ വാക്കുകളുടെ ശക്തി അതാണ് 24 മണിക്കൂറിനുള്ളിൽ ഒരു ഹെലിപാഡ് അമൃതപുരി ക്യാമ്പസിൽ, എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ നിർമ്മിക്കാൻ സാധിച്ചത്. അമ്മയുടെ ആ വാക്കുകളിൽ നിന്ന് ഉൾക്കൊണ്ട പ്രേരണ, ആ ശക്തി ആവാഹിച്ച് എടുത്ത് അത് കർമ്മത്തിൽ പ്രാവർത്തികമാക്കിയ ആശ്രമത്തിലെ അന്തേവാസികൾ, മറ്റ് സേവാപ്രവർത്തകർ, നിർമ്മാണ പ്രവർത്തകർ, അവരും അങ്ങേയറ്റം പ്രശംസ അർഹിക്കുന്നു. അവരുടെ സ്നേഹം, സേവനം, സമർപ്പണം ഇതെല്ലാം മഹത്തായതാണ്. അപ്പോൾ ഏതായിരുന്നാലും അമ്മ പറയാറുണ്ട്, നമ്മൾ അന്യഗ്രഹങ്ങളിൽ പോകുവാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു, പക്ഷേ പലപ്പോഴും നമുക്കൊരു ജീവനെ രക്ഷിക്കാൻ സാധിക്കാറില്ല. ഒരു ജീവൻ എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യജീവൻ മാത്രമല്ല, അത് മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും മറ്റ് ജീവജാലങ്ങളാണെങ്കിലും അതെല്ലാം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ആ വില, ഒരു ജീവൻ്റെ വില അറിയാവുന്നതുകൊണ്ട്, മറ്റുള്ളവരുടെ വേദന അറിയാവുന്നതുകൊണ്ട്, അത് ദർശനങ്ങളിലൂടെ, അമ്മയുടെ ദർശനത്തിലൂടെ അമ്മ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് 24 മണിക്കൂറിനുള്ളിൽ ഇത് തീർക്കണം എന്ന് പറയുവാൻ, അങ്ങനെ നിർദ്ദേശം നൽകുവാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആ ശക്തിയാണ്, ആ ശക്തി ഉൾക്കൊണ്ടതുകൊണ്ടാണ് ആശ്രമാന്തേവാസികൾക്കും മറ്റുള്ളവർക്കും ഈ ഹെലിപാഡ് ഇത്ര വേഗത്തിൽ തീർക്കാൻ സാധിച്ചത്. ഓം നമോ ദേശം. ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിക്കുകയാണ്. കൊല്ലം അമൃതപുരിയിലെത്തിയാണ് മുഖ്യമന്ത്രി അമ്മയെ കാണുന്നത്. വിശദാംശങ്ങളുമായി സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, വിവരങ്ങൾ എന്താണ്? രാജേഷ്, അല്പം മുമ്പാണ് CM വി ഡി സതീശൻ ഈ അമൃതപുരിയിലെത്തി അമ്മയുടെ ദർശനത്തിനായി ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുന്നത്. അമ്മയെ CM ആയതിനു ശേഷം, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് അമൃതപുരിയിലെത്തി ഇപ്പോൾ അമ്മയെ കാണുന്നത്. മുൻപ് പലതവണ CM വി ഡി സതീശൻ ഈ രാഷ്ട്രീയ ജീവിതത്തിലെ പല മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ തന്നെ അമ്മയുടെ അനുഗ്രഹം തേടി അമൃതപുരിയിൽ എത്തിയിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനമാണ്, ആദ്യ കൂടിക്കാഴ്ചയാണ് അമ്മയുമായി ഇപ്പോൾ നടക്കുന്നത്. അമൃതപുരിയിൽ മുതിർന്ന സന്യാസിമാരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇപ്പോൾ അമൃതപുരിയിൽ എത്തിയ അദ്ദേഹം അമ്മയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് പലതവണ അദ്ദേഹം അമ്മയുടെ ദർശനങ്ങൾ ഒക്കെ കിട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിലൊക്കെ അമ്മയുടെ ദർശനങ്ങളും അമ്മയുടെ സേവന പ്രവർത്തനങ്ങളും അമ്മയുടെ കാരുണ്യവും ഒക്കെ, അമ്മയുടെ വാക്കുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് വഴികാട്ടിയായിട്ടുണ്ട് എന്ന തരത്തിലുള്ള അദ്ദേഹം ആ വാക്കുകൾ ഇവിടെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ഒരു സന്ദർശന അല്ലെങ്കിൽ ആ ഒരു സന്തോഷ നിമിഷത്തിൽ കൂടി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അമൃതപുരിയിലെ സന്ദർശനവും ഇപ്പോൾ അമ്മയുമായുള്ള കൂടിക്കാഴ്ചയും നടക്കുന്നത്. കൊല്ലം നീണ്ടകരയിൽ ഉള്ള ഗൗതം കൃഷ്ണൻ്റെയും വള്ളം മറിഞ്ഞു കാണാതായ, മത്സ്യബന്ധന വള്ളം മറിഞ്ഞു കാണാതായ ഗൗതം കൃഷ്ണന്റെ വീട്ടിലെത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം കരുനാഗപ്പള്ളിയിലെ അമൃതപുരിയിലേക്ക് എത്തിയത്. അമ്മയെ കാണുന്നതിന് വേണ്ടി ഇപ്പോൾ അമ്മയുമായുള്ള കൂടിക്കാഴ്ച നടന്നിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അല്പസമയത്തിന് ശേഷം അദ്ദേഹം കൂടിക്കാഴ്ച പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങും. ഏതായാലും അമ്മയും മുതിർന്ന സന്യാസിമാരും ഒക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർശനം, ആ സൗഹൃദ സംഭാഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും അമ്മയുടെ വാക്കുകളും അമ്മയുടെ ദർശനങ്ങളും ഒക്കെ ജീവിതത്തിന് വഴികാട്ടിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തുന്ന ആദ്യ സന്ദർശനം കൂടിയാണിത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിക്കുകയാണ്. വിശദാംശങ്ങളാണ് സുധീഷ് കൊല്ലത്ത് നിന്നും പങ്കുവച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.